വിഷയത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലെ മാത്രമുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഈ പറയുന്ന രീതിയിൽ ശബരിമല പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിലകൊള്ളുന്ന ഒരു ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കില്ല. അത് വളരെ വ്യക്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 300-350 കോടി രൂപ ഒരു വർഷം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിട്ടുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ചുമതലപ്പെട്ട ആളുകൾ, ഭരണാധികാരികൾ, ദേവസ്വം മന്ത്രി ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ മാത്രമുള്ള തീരുമാനമാണ്. തിരുവാഭരണം കമ്മീഷണർ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകിൽ ഈ തരത്തിലാണ് നടക്കുന്നതെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ നമുക്ക് ആവശ്യമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലുള്ള ഈ ദേവസ്വം ബോർഡുകളൊക്കെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും, അത് അംഗീകരിക്കേണ്ടി വരും. ഇത് ഞങ്ങൾ കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അത് ക്ഷേത്രങ്ങളുടെ അന്തകന്മാരായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അത് വിശ്വാസികൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടുന്നില്ല, ക്ഷേത്രങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പൊ അതൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ, അതേപോലെ അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, ഈ ആളുകളൊക്കെ കൂട്ടുപ്രതികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം കാര്യങ്ങളിലേക്ക് ഈ അന്വേഷണം പോകണമെങ്കിൽ നിലവിൽ ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് അതിലേക്ക് പോകാൻ കഴിയുമോ, അവരത് ചെയ്യുമോ എന്നുള്ളതിൽ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ, അതോടൊപ്പം ദേവസ്വം ബോർഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, ഇതെല്ലാം സമഗ്രമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി എന്നുള്ള ആ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. CBI അന്വേഷണമാണ് ഈ കാര്യത്തിൽ വേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇപ്പൊ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതൊക്കെ ശരി, നല്ല കാര്യം. പക്ഷേ അവർക്ക് അതിന്റെ പരിമിതിയുണ്ട്. കാരണം ഇത് സംസ്ഥാനാന്തര തലത്തിൽ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യമാണ്. ബാംഗ്ലൂരില്, ചെന്നൈയില്, ഹൈദരാബാദില്. പിന്നെ അത് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നിന്നൊക്കെ പണം സ്വരൂപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന ശബരിമലയുടെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന്റെ കട്ടില ഇത് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കേരളത്തിന് പുറത്തേക്ക് എന്നുള്ളത് ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇതൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ഒരു CBI പോലുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മാത്രമായി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് വിപുലമായ ഒരു അന്വേഷണത്തിന് സാധ്യമാകൂ. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഈ വിഷയം CBI അന്വേഷിക്കണമെന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് രാജിവെച്ചൊഴിയുക തന്നെ വേണം. അതാണ് ഭക്തജനങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും വിശ്വാസം ഇനി നിലനിൽക്കണമെങ്കിൽ, ഫർദറായിട്ട് ഈ ക്ഷേത്ര ഭരണസമിതികളിൽ വിശ്വസിക്കണമെങ്കിൽ, ഭക്തജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ ദേവസ്വം ബോർഡ് തുടരാൻ പാടില്ല. അവരുടെ ഈ ഒരു കുറ്റത്തിന് അവർ കൂടി ഉത്തരവാദിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഈ ഡെപ്യൂട്ടി കമ്മീഷണർക്കെതിരെ മാത്രം ഒരു നടപടി എടുത്തുകൊണ്ട് മുഖം രക്ഷിക്കാൻ ബോർഡും സർക്കാരും ശ്രമം നടത്തുമ്പോൾ അപ്പോഴും ഈ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണ കമ്മീഷണറൊക്കെ അവിടെ നിൽക്കുകയാണ്. ഈ ഒരു പാനൽ തന്നെയാണല്ലോ അവിടെ പ്രവർത്തിക്കുന്നതും. അത് മാത്രമല്ല, ഈ സ്പോൺസറെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ടിടത്തോളം അല്ലെങ്കിൽ കേട്ടിടത്തോളം ഈ സ്പോൺസർ ചില്ലറക്കാരനാണെന്ന് തോന്നുന്നില്ല. വലിയ വലിയ ഹോൾഡുള്ള ഒരാൾ തന്നെയാണ്. ഈ സ്പോൺസറെ എങ്ങനെ കണ്ടെത്തി എന്നുള്ള കാര്യങ്ങൾ മുതൽ ഒരു അന്വേഷണം ആവശ്യമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കോടതിയുടെ അന്വേഷണത്തില് എന്തെല്ലാം കാര്യങ്ങൾ, അതും ഉദ്യോഗസ്ഥ തലത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കണേ. നമ്മൾ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് മാത്രമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവിടെ 2016 മുതലാണ് എന്ന് പറയുന്നു. 2016 മുതൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഈ സ്വാധീനം ഉണ്ടാക്കാൻ തക്ക രീതിയിൽ ആരൊക്കെ സഹായിച്ചു, ആ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്ന അഴിമതിയുടെ പങ്ക് ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ആ തട്ടിപ്പിന്റെ പങ്ക് ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്. കേവലം ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ ഈ പറയുന്ന ഭരണ സംവിധാനം വെറും നോക്കുകുത്തിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ടുള്ള ഭരണ സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് വിശ്വസിക്കാനും നിവൃത്തിയില്ല. അപ്പോ ഈ ഭരണ സംവിധാനങ്ങൾക്ക് എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവർ,
അത് 2016 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 2016 മുതൽ പ്രവർത്തിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഭരണസമിതിക്കാർ, ഇവരെല്ലാം ഈ റഡാറിൽ വരേണ്ടതാണ്. അവരൊക്കെ ഈ അന്വേഷണത്തെ നേരിടേണ്ടവരും അവരെയൊക്കെ കൂട്ടുപ്രതികളാക്കിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്യണം. അവരൊക്കെ ഇതിന് പങ്കാളികളാണ്. അപ്പോൾ അതുകൊണ്ട് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു മുരാരി ബാബു അല്ലെങ്കിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒരു തിരുവാഭരണം കമ്മീഷണർ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് ആസൂത്രിതമാണ്. അത് നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ അവർക്ക് തൃപ്തി നൽകുന്ന ഒരു അന്വേഷണമായിരിക്കില്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.